വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കയിലും ചൂരൽമലയിലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതേസമയം ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ DNA ഫലം ഇന്നു മുതൽ പരസ്യപ്പെടുത്തി തുടങ്ങും. പുനരധിവാസത്തിനുള്ള നടപടിക്രമങ്ങളും സർക്കാർ വേഗത്തിലാക്കുകയാണ്. രാഹുൽ കെവിയും അനുശ്വര വർഗീസും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യം രാഹുലിലേക്ക്. രാഹുൽ, എത്ര സംഘങ്ങളായി തിരിഞ്ഞ് ഏതൊക്കെ മേഖലകളിലാണ് ഇന്ന് പരിശോധന? മാധു, യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തെരച്ചിലിന് അത്ര വേഗമില്ല, അംഗബലമില്ല എന്നതാണ്. കാരണം സാധ്യമായതെല്ലാം പരമാവധി ഇവിടെയൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടക്കയിൽ ഉരുൾപൊട്ടി വന്ന് ആദ്യം ബാധിച്ച ജനവാസ മേഖലയിൽ തൊട്ടടുത്തായാണ്. നിലവിലിവിടെ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ സിവിൽ ഡിഫൻസിൻ്റെയും നേതൃത്വത്തിലുള്ള തിരച്ചിൽ പരിശോധന മാത്രമാണ് നടന്നു വരുന്നത്. അത് യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെയുള്ള തിരച്ചിലല്ല ഇന്ന് എന്നതുകൂടിയാണ്. അതായത് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കിയോ പാറക്കെട്ടുകൾ മാറ്റിയോ ഒന്നുമുള്ള പരിശോധന ഇവിടെ മുണ്ടക്കയിൽ ഇവിടെ ഈ ഏറ്റവും അടുത്ത ഈ ജനവാസ മേഖലയിൽ ഇല്ല എന്നതാണ്. മറിച്ച് വടികൾ അതുപോലെ ആ വിധത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ മാത്രമാണ്. നമ്മൾ ഈ അടുത്തേക്ക് വരുമ്പോൾ ഈ ഉരുൾപൊട്ടലിൻ്റെ അതിതീവ്രത കൂടുതൽ വ്യക്തമാകുന്നു എന്നതാണ്. ഇവിടെ നിന്ന് ഉരുൾപൊട്ടി വന്ന പ്രഭവ കേന്ദ്രം കാണാൻ കഴിയുന്നുണ്ട്, തൊട്ടടുത്തായി കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു ഞെട്ടൽ മാറുന്നില്ല എന്നതാണ്. 14-ാം ദിവസമാണെങ്കിലും കാണുന്ന സമയത്ത് അതിഭീകരമായി തന്നെ നിൽക്കുന്നു എന്നതാണ്. അത്രയും വിസ്തൃതിയിലാണ് ഈ മേഖല ഒന്നാകെ ഉരുൾ കവർന്നെടുത്തതെന്നതാണ്. കുറച്ച് വീടുകൾ മാത്രമാണ് ഇവിടെ ബാക്കിയായിട്ടുള്ളത്. അവരെല്ലാവരും ക്യാമ്പുകളിൽ കഴിയുകയാണ്. ബാക്കി വീടുകളുടെ അവശിഷ്ടങ്ങൾ, പാറക്കെട്ടുകൾ, മണ്ണ്, കമ്പ്, വലിയ മരത്തടികൾ എന്നിവ മാത്രമാണ് അവശേഷിക്കുന്നത്. അവയൊന്നും മാറ്റിയുള്ള തിരച്ചിൽ യഥാർത്ഥത്തിൽ നടക്കുന്നില്ല എന്നതുകൂടിയാണ്. ഇന്നലെ ജനകീയ തിരച്ചിലിൽ നാട്ടുകാരെയൊക്കെ പങ്കെടുപ്പിച്ച് 2000-ഓളം ആളുകൾ ഭാഗമായതാണ്. തിരഞ്ഞുവെങ്കിലും ഉച്ച കഴിഞ്ഞും തിരഞ്ഞുവെങ്കിലും മൃതദേഹ ഭാഗങ്ങളോ ഒന്നും തന്നെ മുണ്ടക്കയിൽ നിന്നോ ചൂരൽമലയിൽ നിന്നോ കിട്ടിയിരുന്നില്ല എന്നതാണ്. കുറച്ച് രേഖകൾ, അതുതന്നെയും ആ രേഖകളിൽ കിട്ടിയ ചില ആളുകൾ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നതാണ്. പിന്നെ കുറച്ച് ആഭരണങ്ങളൊക്കെയാണ് ലഭ്യമായിരുന്നത്. ഇന്ന് ഏതായാലും ജനകീയ തിരച്ചിലല്ല നടക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ NDRFിൻ്റെ സംഘം ഒരു മേഖലയിൽ തിരയുന്നുണ്ട്. 5 സോണുകളായി തിരിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫയർഫോഴ്സ്, NDRF, സിവിൽ ഡിഫൻസ്, സന്നദ്ധ സംഘടനകൾ, സേവാഭാരതി, അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ചില സന്നദ്ധ സംഘടനകൾ മാത്രം, അതും പരിമിതമായ എണ്ണത്തിൽ മാത്രമാണ് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ചൂരൽമലയിലുമൊക്കെയുള്ള ഒരു തിരച്ചിൽ എന്നതാണ്. മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നു. അവയെല്ലാം തന്നെ അതിൽ ഭൂരിഭാഗവും ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവ തകരാറുകൾ കാരണം വലിയ പാറക്കെട്ടുകളാണ് നീക്കി പരിശോധിക്കുന്നത് അസാധ്യമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കരയിലേക്ക്, അതായത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി ഇടുകയും ചെയ്തിട്ടുണ്ട്. തിരച്ചിലിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ്. ചൂരൽമലയിൽ ഒന്ന് രണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ മണ്ണ് നീക്കിയുള്ള പരിശോധന അവിടെ നടത്തുന്നുണ്ട് എന്നതുകൂടിയാണ്. ഒപ്പം പുനരധിവാസത്തിന് വലിയ പ്രാധാന്യം, അത് വേഗത്തിൽ നടത്തുന്നതിനുള്ള അടിയന്തര പുനരധിവാസം നടത്തുന്നതിനുള്ള ഒരു ശ്രമങ്ങൾ കൂടി നടത്തി വരുന്നു എന്നാണ് മന്ത്രിമാരും ജില്ലാ ഭരണകൂടമൊക്കെ പറയുന്നത്. 253 വാടക കെട്ടിടങ്ങളാണ് ഇതിനായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ അടിയന്തര പുനരധിവാസം ഇവർ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളിൽ നിന്ന് അഭിപ്രായം തേടുക എന്നതാണ്. അത് അവർക്ക് സ്വന്തമായി തന്നെ മറ്റിടങ്ങളിലേക്ക് പോയി പുനരധിവസിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ്. 2, അവർക്ക് ബന്ധുവീടുകളിലേക്ക് പോകുന്നതിനുള്ള സൗകര്യമുണ്ടോ, അതിന് താല്പര്യമുണ്ടോ, സന്നദ്ധതയുണ്ടോ എന്നതാണ്. 3-ാമത്തേതാണ് സർക്കാരിന് അവരെ ഈ കണ്ടെത്തിയ വാടക കെട്ടിടങ്ങളിലേക്കും PWD റെസ്റ്റ് ഹൗസുകളിലേക്കുമൊക്കെയായി പുനരധിവസിപ്പിക്കുന്നതിനുള്ള സാധ്യത എന്നതാണ്. അപ്പോൾ ആ വിധത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചു വരുന്നു. ഒപ്പം ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾ, മുതിർന്ന ആളുകൾ, അവരുടെയൊക്കെ ഒരു മാനസിക നില, അതിനുള്ള കൗൺസിലിങ്ങിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് പുരോഗമിച്ചു വരുന്നത്. ഒപ്പം രേഖകൾ നഷ്ടപ്പെട്ട ആളുകൾ, അതായത് ഈ വലിയ ദുരന്തം ബാക്കിയായ ആളുകൾ, ജീവൻ ബാക്കിയായ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേരറിയാം, വീട് ഇവിടേക്ക് ആയിരുന്നു എന്ന് പറയാനറിയാം എന്നല്ലാതെ അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി നമ്മുടെ മറ്റുള്ളവർക്ക് മുമ്പിൽ തെളിയിക്കുന്നതിന് രേഖകളൊന്നും തന്നെ ബാക്കിയാവാതെ പോയ ആളുകൾ, നഷ്ടപ്പെട്ടു പോയ ആളുകളാണ്. അവർക്ക് വേണ്ടി ഈ രേഖകൾ വീണ്ടെടുക്കുന്നതിനുള്ള ക്യാമ്പുകളും ഇന്നു മുതൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. 3 സ്കൂളുകളിലായാണ് ഇതിനുള്ള. അനുശ്വര രാവിലെ തന്നെ പറയുന്നുണ്ടായിരുന്നു അത്രമേൽ സജീവമല്ല തെരച്ചിൽ എന്നുള്ളത്. എത്ര സംഘങ്ങൾ ഇന്ന് അവിടെ ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ?
മധു, നേരത്തെ പറഞ്ഞതിനേക്കാളും 1-2 മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തി ഇവിടെ ചെറിയ തിരച്ചിൽ നടക്കുന്നുണ്ട്. എങ്കിലും തിരയാനെത്തുന്ന സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ എണ്ണവുമൊക്കെ വളരെ വിരളമാണ്. കാരണം അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ഇനി തിരഞ്ഞാലൊന്നും ലഭിക്കില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക്, ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. നമുക്ക് പിറകിലായി കാണുമെന്ന് വിചാരിക്കുന്നു 2-3 മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ വെറുതെ ഉപയോഗിക്കാതെ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം ഒന്നും തിരഞ്ഞു കണ്ടെത്താനില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോഴും ചൂരൽമലയിൽ അവശേഷിച്ച ആളുകൾ, അതിജീവിച്ച ആളുകൾ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. അവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. അവരിപ്പോഴും രാഹുൽ പറഞ്ഞതുപോലെ മാനസികമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഘട്ടത്തിലാണ്. അതിനായിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട് കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ. കാരണം ഈ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ഈ ദുരന്തം കവർന്നെടുത്തു കൊണ്ടുപോയത് ഈ നാട്ടിലെ യുവാക്കളെയാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പം അതും കൂടി വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ മാനസിക ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾക്കായി ചെയ്യുന്നത്. ഇവിടെ തിരച്ചിൽ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ചൂരൽമലയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.